ഡൽഹി ഹൈക്കോടതിയിലെ മുതിർന്ന ജഡ്ജിയായ യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ ഒരു തീപിടുത്തം ഉണ്ടാകുന്നു. ആ തീയണക്കാനെത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് അവിടുത്തെ ഒരു മുറിയിൽ നിന്ന് ഏകദേശം 15 കോടിയോളം രൂപയുടെ നോട്ടുകൾ കിട്ടുന്നു. പിന്നീട് അവരത് നിഷേധിക്കുകയുണ്ടായി. ശേഷം പോലീസ് ഇത് ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിക്കുന്നു. തുടർന്ന് സുപ്രീം കോടതി ഇതിൽ ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനോട് ഒരു ഇന്റേണൽ അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഈ വിഷയമാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. അജിംസ്, നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ ഏറ്റവും ഞെട്ടിക്കുന്നൊരു സംഭവം എന്നാണ് പലരും ഇതിൽ പ്രതികരിച്ച് കണ്ടത്. കുറച്ച് നാൾ മുമ്പാണ് ലോക്പാലിൻ്റെ ഒരു നിർദ്ദേശത്തെ സുപ്രീം കോടതി തടഞ്ഞതെന്ന് വെച്ചാൽ ഹൈക്കോടതി ജഡ്ജിമാർക്കെതിരെ കേസെടുക്കാനുള്ള ഒരു അധികാരം. അപ്പോൾ ഇത് എങ്ങനെയാണ് കാണുന്നത്? ഈ ഒന്നാമത്തെ കാര്യം, നമ്മുടെ നാട്ടുകാർ, ഇന്ത്യക്കാരെന്ന് പറയുന്നവർ ഈ ജുഡീഷ്യറിയിൽ എത്രമാത്രം വിശ്വാസം അർപ്പിക്കുന്നുണ്ട്, അത് പൂർണ്ണമായും സംശുദ്ധവും ട്രാൻസ്പെറൻറ്റുമാണെന്ന് കരുതുന്നുണ്ടോ ആളുകൾ? അങ്ങനെയല്ല എന്നാണ്. ഒരു 43% ആൾക്കാരെങ്കിലും ജുഡീഷ്യറിയിൽ കറപ്ഷനുണ്ട് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഇന്ത്യയിൽ, വിവിധ സർവേകൾ പ്രകാരം. അത് കറപ്ഷൻ്റെ കാര്യം മാത്രമാണ്. ഇപ്പോൾ ഒരു ജഡ്ജിമാർ കൈക്കൂലി വാങ്ങുന്നു, അഴിമതി കാണിക്കുന്നു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെതിരെ പോലും അഴിമതി ആരോപണമുണ്ടായിട്ടൊരു നാടാണ് ഇന്ത്യ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സമൂഹത്തിലുള്ള മുഴുവൻ പുഴുക്കുത്തുകളും ജുഡീഷ്യറിയിലും കാണാം. ഞാൻ ഈ പറഞ്ഞു വരുന്നത് ജുഡീഷ്യറിയെക്കുറിച്ച് സമീപകാലത്ത് ഉയർന്നു വന്ന കാര്യങ്ങളെക്കുറിച്ചല്ല, പൊതുവെ അവരുടെ പ്രവർത്തനം കൊണ്ടാടുന്ന കറപ്ഷൻ, അതിനെക്കുറിച്ചാണ്. അപ്പോൾ അതിന് വളരെ ഈ ഒരു സംശയത്തിന് വളരെ ബലം നൽകുന്ന ഒന്നാണ് ഈ സംഭവവികാസങ്ങൾ. വീട് തീപിടിക്കുന്നു, ആ സമയത്ത് ജഡ്ജി അവിടെ ഉണ്ടായിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ മകളാണ് ഫയർഫോഴ്സിനെ വിളിച്ച് പറയുന്നത്. ഫയർഫോഴ്സ് വന്ന് തീയണയ്ക്കുമ്പോഴാണ് പല മുറികളിൽ നിന്നായി 15 കോടിയോളം രൂപ കണ്ടെത്തുന്നത്. അപ്പോൾ 15 കോടി രൂപ കണ്ടെത്തി എന്നുള്ളത് ഫാക്റ്റാണ്. അതിനിപ്പോൾ നിഷേധിച്ചിട്ട് കാര്യമില്ല, കാരണം അത് ഒട്ടുമിക്ക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തൊരു കാര്യമാണ്. എന്ന് മാത്രവുമല്ല, ഈ വിഷയത്തെക്കുറിച്ച് സുപ്രീം കോടതി അന്വേഷിക്കാൻ ഉത്തരവിടുക മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അലഹാബാദ് ഹൈക്കോടതി അദ്ദേഹത്തിൻ്റെ മദർ കോടതിയിലേക്ക് തിരിച്ചയക്കുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങോട്ട് ട്രാൻസ്ഫർ ആക്കിയപ്പോൾ അവിടുത്തെ ബാർ അസോസിയേഷൻ പ്രമേയം പാസ്സാക്കിയത് ഇങ്ങോട്ട് ഇതെന്താ ഡസ്റ്റ്ബിൻ ആണോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അത്രമാത്രം അദ്ദേഹത്തിനെതിരെ എതിർപ്പുണ്ട്, അഭിഭാഷകർക്കിടയിൽ പോലും എതിർപ്പുണ്ട് എന്ന് കാണാം. അപ്പോൾ ഇദ്ദേഹം 2014 അദ്ദേഹം ജഡ്ജിയായിട്ട് എലിവേറ്റ് ചെയ്യപ്പെടുന്നത്. 2014 എലിവേറ്റ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് ഇദ്ദേഹത്തെക്കുറിച്ച് ഒരു IB അന്വേഷണമൊക്കെ ഉണ്ടാവില്ല സ്വാഭാവികമായിട്ടും. ഇദ്ദേഹം ജഡ്ജി ആവാൻ പറ്റിയ ആളാണ്. ഇദ്ദേഹം ഒരു സീനിയർ അഭിഭാഷകനായിരുന്നു. അപ്പോൾ ജഡ്ജി ആകുമ്പോൾ അതിന് മുമ്പ് അദ്ദേഹത്തിനെതിരെ കേസുണ്ടോ, അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള സ്വഭാവം ഉണ്ടെന്ന് നോക്കുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന വസ്തുത, ഇദ്ദേഹം ജഡ്ജി ആവുന്നതിന് മുമ്പ് തന്നെ ഒരു അഴിമതി കേസിൽ പ്രതിയായിട്ടുള്ള ആളാണ്. അദ്ദേഹം ഒരു ഷുഗർ ഫാക്ടറിയുടെ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് സേവനം നടത്തിക്കൊണ്ടിരിക്കുക. അദ്ദേഹം വക്കീലായിരിക്കും തന്നെ ഒരു ഷുഗർ ഫാക്ടറിയുടെ ഡയറക്ടറായിരുന്നു. ആ ഫാക്ടറി ഒരു ബാങ്ക് തട്ടിപ്പ് കേസിൽ പെടുകയും ആ ഫാക്ടറിക്കെതിരെ ഒരു CBI അന്വേഷണം വരികയും ആ CBI അന്വേഷണം നേരിടുന്ന ഷുഗർ ഫാക്ടറിയുടെ ഡയറക്ടറായിരുന്നു ഇദ്ദേഹം. അങ്ങനെ ആ കേസ് നിലനിൽക്കുകയാണ് ഇദ്ദേഹത്തെ ജുഡീഷ്യറിയിലേക്ക് എലിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ IB സംവിധാനങ്ങൾ എന്താണ് അന്വേഷിച്ചത്? ഇദ്ദേഹത്തിനെതിരെ ഇങ്ങനെ ഒരു കേസുണ്ട്, ഒരു ബാങ്ക് തട്ടിപ്പ് കേസിൽ പെട്ട ഒരു ഫാക്ടറിയുടെ ഡയറക്ടറായിരുന്നു ഇദ്ദേഹം എന്നുള്ള വസ്തുത നിലനിൽക്കുകയാണ് IB ഇദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് കൊടുത്തുകൊണ്ട് ഇദ്ദേഹത്തെ ജുഡീഷ്യറിലേക്ക് കൊണ്ടുവരുന്നത്. പിന്നീട് ആ കേസ് പല ഘട്ടങ്ങളിൽ മാറി മറിഞ്ഞ് പിന്നീട് സുപ്രീം കോടതി അത് സ്റ്റേ ചെയ്യുകയോ മറ്റുമാണ് ചെയ്തത്, CBI അന്വേഷണം സ്റ്റേ ചെയ്യുകയാണ് ചെയ്തത്. രണ്ടാമത്തെ കാര്യം, ഇദ്ദേഹത്തെ ഹൈക്കോടതി ജഡ്ജിയാക്കി എലിവേറ്റ് ചെയ്യുന്നത്. നേരത്തെ അദ്ദേഹം അലഹബാദ് ഹൈക്കോടതിയിലെ ഒരു അഡീഷണൽ ജഡ്ജി മാത്രമായിരുന്നു. എലിവേറ്റ് ചെയ്യുന്നത് 2021 2021 നമുക്കറിയാം SA ബോബ്ഡെയാണ് ചീഫ് ജസ്റ്റിസ്. SA ബോബ്ഡെയുടെ കീഴിലുള്ള കൊളീജിയം എടുത്ത ചില തീരുമാനങ്ങളെക്കുറിച്ച് ഉയർന്ന വിവാദങ്ങൾ നമുക്കറിയാവുന്ന കാര്യമാണ്. ആ സമയത്താണ് ഇദ്ദേഹത്തെ എലിവേറ്റ് ചെയ്യുന്നത്. എലിവേറ്റ് ചെയ്യപ്പെടുന്നു, പിന്നീട് അത് ഡൽഹി ഹൈക്കോടതിയിലേക്ക് വരുന്നു. ഡൽഹി ഹൈക്കോടതിയിൽ അദ്ദേഹത്തിൻ്റെ ബെഞ്ചിൽ വന്നിട്ടുള്ള കേസുകൾ ഹൈ പ്രൊഫൈൽ കേസുകളാണെന്ന് സത്യേന്ദ്ര ജെയിൻ, ആം ആദ്മി പാർട്ടിയുടെ മന്ത്രിയായിരുന്ന സത്യേന്ദ്ര ജെയിൻ്റെ ജാമ്യാപേക്ഷ മുതൽ നിരവധി കോൺഗ്രസിൻ്റെ IT റിട്ടേണുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസുണ്ടായിരുന്നു. ആ കേസ് ഉൾപ്പെടെയുള്ള ഹൈ പ്രൊഫൈൽ കേസുകൾ ഇദ്ദേഹത്തിൻ്റെ ബെഞ്ചിലാണ് വന്നത് നമ്മൾ ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് പവൻ ഖേഡ ചോദിക്കുന്നത്, കോൺഗ്രസ് നേതാവ് പവൻ ഖേഡ ചോദിക്കുന്നത് ആ പണം ആരുടേതാണെന്ന് കണ്ടെത്തണം എന്ന് പറയുന്നത്. ആ ചോദ്യം ന്യായമാണ്. കാരണം ഇദ്ദേഹം ഈ 15 കോടി ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കള്ളപ്പണമായി കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ, അൺഅക്കൗണ്ടഡ് മണിയായിട്ട് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ആ പണം അദ്ദേഹത്തിൻ്റെ പക്കൽ എങ്ങനെ വന്നു എന്നറിയാൻ ഈ നാട്ടിലെ ടാക്സ് പേയേഴ്സ് ആയിട്ടുള്ള ആൾക്ക് അവകാശമുണ്ട്. 1. 2, ജുഡീഷ്യറിയിൽ ഇത്തരം പുഴുക്കുത്തുണ്ട് എന്നുള്ള കാര്യം ആൾക്കറിയാം. ഇതിനു മുമ്പ് ഇതുപോലെ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ ഇത് പരിഹരിക്കേണ്ട ബാധ്യത ആത്യന്തികമായിപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ചുമലിലാണ്. അദ്ദേഹം അത് വേണ്ട വിധത്തിൽ സുതാര്യമായി നിർവഹിച്ചേ പറ്റൂ. മൂന്നാമത്തെ കാര്യം, പൊതുവെ ജുഡീഷ്യറിയെക്കുറിച്ച് ഉയർന്നിട്ടുള്ള ആക്ഷേപങ്ങൾ, എക്സിക്യൂട്ടീവിന് ജുഡീഷ്യറിയുടെ മേലുള്ള പിടി, ആ പിടുത്തത്തെക്കുറിച്ചുള്ള ആശങ്കകൾ രാജ്യത്ത് നിലനിൽക്കെ ഇത്തരം സംഭവങ്ങൾ കൂടി വരുന്നത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ചുള്ള വിശ്വാസത്തെ തകർക്കാനേ ഇടയാക്കുകയുള്ളൂ. അതുകൊണ്ട് വളരെ സ്വിഫ്റ്റായിട്ട്
ഒരു നടപടി വേണം. ഇദ്ദേഹത്തെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് മാറ്റുകയല്ല വേണ്ടത്. ഇതിലൊരു നിയമപരമായ നടപടിക്ക് സുപ്രീം കോടതി ഇനിഷ്യേറ്റീവ് എടുത്താൽ മാത്രമേ ജനങ്ങൾക്കിപ്പോൾ ഓൾറെഡി നശിച്ചുകൊണ്ടിരിക്കുന്ന ഉത്തരവാദിത്വം, ഈ ജുഡീഷ്യറിയെക്കുറിച്ചുള്ള സംശയം അത് ജനാധിപത്യത്തെ തകർക്കുന്നതാണ് എന്ന്, അല്ലെങ്കിൽ ഡെമോക്രസി ഇൻ ഡേഞ്ചർ എന്ന് പറയുന്ന ഇവിടുത്തെ സാധാരണക്കാരോ ഒപ്പോസിഷനോ അല്ല. 4 ജഡ്ജിമാർ സുപ്രീം കോടതിയിൽ ഇറങ്ങി വന്ന് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ അവരാണ് പറഞ്ഞത്. എങ്കിൽ അന്നുണ്ടായ ആഘാതത്തിൻ്റെ മേൽ മുറിവിന്മേൽ ഉപ്പ് പുരട്ടുന്ന പോലെ ഇപ്പോൾ നാം കേൾക്കുന്ന വാർത്തകൾ അത് പരിഹരിക്കേണ്ടത് ജുഡീഷ്യറിയുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് അതിശക്തമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മാത്രമേ ഇത് പരിഹരിക്കാൻ കഴിയൂ. ഇതാവും സാർ, നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ സംശയത്തോടെ നോക്കിക്കാണേണ്ട ഒരു കാലത്തിലൂടെ നമ്മൾ പോകുന്നത്. നമ്മുടെ മുന്നിൽ തന്നെ ധാരാളം വിധികളുണ്ട്, ഇവരുടെ ഈ അടുത്ത് വന്ന പ്രസ്താവനകളുണ്ട്. അങ്ങനെ ഒരു കാലത്താണ് ഒരു ജഡ്ജിയുടെ വീട്ടിൽ നിന്നും 15 കോടിയോളം രൂപ കണക്കിൽപ്പെടാത്തത് കണ്ടെത്തുന്നത്. അപ്പോൾ അത് ആദ്യം ഫയർഫോഴ്സ് പോലും പിന്നീട് ഇതിനെ നിരാകരിക്കുന്നുണ്ട്. വളരെ രഹസ്യമായിട്ടാണ് ബാക്കി ഇപ്പോഴുള്ള അന്വേഷണവും ബാക്കി കാര്യങ്ങളും. എന്നാൽ തന്നെ റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. മൊത്തത്തിൽ അല്ലെ അടിമുടി ഈ വിശ്വാസം കളഞ്ഞു കുളിക്കുക തന്നെയല്ലേ? ജുഡീഷ്യറിയിലെ വിശ്വാസ്യത എന്ന് പറയുന്നത്, ഓഫ് കോഴ്സ് സിഗേഷ് പറഞ്ഞ ഒരു ജുഡീഷ്യറിയിലെ അവിശ്വാസം നാട്ടിലുണ്ട്. പക്ഷെ അങ്ങനെ ആയിരിക്കും തന്നെ ഇപ്പോൾ ഉള്ള നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഏറ്റവും വിശ്വാസ്യത ഉള്ളത് ജുഡീഷ്യറിയിലാണ്. നമ്മൾ കാണണം, ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ജുഡീഷ്യറിയുടെ വിശ്വാസ്യത എന്ന് പറയുന്ന ഒരു എലമെൻറ്റും ഒരു പോയിൻ്റ് മാത്രമായിട്ട് നമ്മളെടുത്ത് ഇഴകീറി പരിശോധിക്കുമ്പോൾ അവിശ്വാസം ഉണ്ടാക്കാവുന്ന നിരവധിയായുള്ള ഘടകങ്ങളുണ്ട്. ദാറ്റ്സ് വൺ പാർട്ട്. പക്ഷേ അപ്പുറത്ത് എന്താണ്, നമ്മൾ ഇന്ത്യൻ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മൊത്തം എടുത്തു കഴിഞ്ഞാൽ അതിൽ ആളുകൾ ഏറ്റവും പ്രതീക്ഷ വയ്ക്കുന്നത് ഏതാണ്? അത് ജുഡീഷ്യറിയാണ്. ഇപ്പോഴും ഏറ്റവും വിശ്വാസ്യതയുള്ള സ്റ്റേറ്റ് ഡിവൈസായിട്ട്, സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് നിൽക്കുന്നത് ജുഡീഷ്യറിയാണ്. ഇത് നമ്മൾ കാണണം ഒരു ഭാഗത്ത്. മറുവശം നമ്മൾ മൊത്തം ഒരു ലോക കോണ്ടക്സ്റ്റിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്ത് തന്നെ ഈ ജുഡീഷ്യൽ ട്രാൻസ്പെറൻസി റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പിറകിൽ നിൽക്കുന്ന രാജ്യം, ഒരു ജുഡീഷ്യൽ സിസ്റ്റം ഉള്ള രാജ്യമാണ് നമ്മുടേത്. ഇത് മാത്രമല്ല, ട്രാൻസ്പെറൻസി മാത്രമല്ല, ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ജുഡീഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ പ്രശ്നമാണ്. ജുഡീഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്താണ് പീപ്പിൾ ടു ജഡ്ജ് പ്രപ്പോർഷൻ എന്ന് പറയുന്നൊരു സംഗതി. 10 ലക്ഷം മനുഷ്യർക്ക് എത്ര ജഡ്ജ് അവൈലബിളാണ്? ഇതാണല്ലോ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഘടകം. അത് നോക്കുമ്പോൾ ലോകത്ത് ജുഡീഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ ഏറ്റവും ദുർബലമായിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. കാരണം അത്രയും പരിമിതമാണ് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അത് ഫലത്തിൽ എന്താ സംഭവിക്കുന്നത്? ഈ ഡിലേഡ് ജസ്റ്റിസ് എന്ന് പറയുന്ന സംഗതിയാണ് അത് കൊണ്ടുവരുന്നത്. കാരണം ഒരാൾക്ക് ജസ്റ്റിസ് ആക്സസ് ചെയ്യുക എന്ന് പറയുന്നത് അങ്ങേയറ്റം ആയാസകരമായിട്ടുള്ള, ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള, മണി കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സായി മാറും. ഇത് ഈ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം. പിന്നെ ട്രാൻസ്പെറൻസിയുമായി ബന്ധപ്പെട്ട പ്രശ്നം, ഇതേമാതിരിയുള്ള ഇഷ്യൂസ് പല സമയത്ത് വരുന്നു. ഇപ്പോൾ നേരത്തെ അജിംസ് പറഞ്ഞത്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വരെ ബാഡ് ലൈറ്റിൽ നിൽക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടായി. എന്ന് മാത്രമല്ല, നമ്മുടെ ജുഡീഷ്യറിയുടെ ഹിസ്റ്ററി എന്നല്ല, ഇന്ത്യയുടെ തന്നെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ നോക്കൂ, ഇവർക്കെതിരെയുള്ള ആക്ഷൻ്റെ ഇമ്പീച്ച് ചെയ്യുക എന്നുള്ളതാണല്ലോ ഒരു ജഡ്ജിയുടെ കാര്യത്തിൽ ചെയ്യാൻ പറ്റുന്നത്. ഇമ്പീച്ച്മെൻറ്റ് പ്രമേയം വന്നിട്ടുണ്ട്. പക്ഷേ ഇതുവരയ്ക്കും ഒരു ജഡ്ജ് ഇമ്പീച്ച്ഡ് ആയിട്ടില്ല എന്ന് നമ്മൾ കാണണം. അപ്പോൾ ജുഡീഷ്യൽ ട്രാൻസ്പെറൻസി എവിടെ നിന്ന് തുടങ്ങുന്നു എന്നറിയോ? ഈ ജഡ്ജ്മാരുടെ അപ്പോയിൻമെൻറ്റ് മുതൽ തുടങ്ങുന്നുണ്ട്. ജഡ്ജിമാരുടെ അപ്പോയിൻമെൻറ്റ്, അത് ഈ പറയുന്ന കൊളീജിയം സിസ്റ്റം മാറ്റാൻ വേണ്ടി ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് അതോറിറ്റി ബില്ലോ ഇതൊക്കെയായിട്ട് സർക്കാർ വന്നിട്ടുണ്ട്. അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. ഇതിലൊരു അപകടകരമായ അല്ലെങ്കിൽ ഒരു ഡബിൾ എഡ്ജ്ഡ് സോർഡ് നമ്മൾ പറയുന്നില്ലേ, ഈ ഇരുതല മൂർച്ച പ്രശ്നം ഇതിനകത്തുണ്ട്. ഇപ്പോൾ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് ഇതിനകത്തുള്ള റോള് അത് കൂടുമ്പോൾ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ ഒരു ഭാഗത്തുണ്ട്. ജുഡീഷ്യറി മാത്രമായിട്ട് ഇത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ എന്താണ് ഈ കൊളീജിയം എന്ന് പറയുന്നത്? ജുഡീഷ്യറിയിലെ ആളുകൾ തന്നെ നിശ്ചയിക്കുന്നു എന്നുള്ളതാണ്. സർക്കാർ കൊണ്ടുവരുന്ന നിയമം ഈ എക്സിക്യൂട്ടീവിന് അല്ലെങ്കിൽ ഗവൺമെൻറ്റിന്, രാഷ്ട്രീയ നേതൃത്വത്തിന് കൂടുതൽ അധികാരം കൊടുക്കുന്നത്. ഇതിനിടയിലുള്ള എന്തോ ഒരു മെക്കാനിസം ഉണ്ടായി വരേണ്ടതുണ്ട്. ഈ പറയുന്ന ജുഡീഷ്യറിയിലെ ആളുകൾ തന്നെ നിശ്ചയിക്കുന്ന കൊളീജിയം സിസ്റ്റം, അത് മൊത്തത്തിൽ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഡിനാസ്റ്റിയായി മാറിയിട്ടുണ്ട്. ഇന്ത്യൻ ജുഡീഷ്യറി എന്നതിന് ഒരു കുടുംബ വാഴ്ചയായിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസുമാരുടെയും ജഡ്ജിമാരുടെയും ഇത് പശ്ചാത്തലം എടുത്ത് പരിശോധിക്കുക. ഇവരുടെ ഏതാണ്ട് എല്ലാവരുടെയും അച്ഛന്മാരെന്താണ്? ജഡ്ജിമാരായിരുന്നു.
അച്ഛന്മാരും മുത്തച്ഛന്മാരും ജഡ്ജിമാരായ ആളുകളാണ്. ഇദ്ദേഹത്തിൻ്റെ അച്ഛനും ജഡ്ജിയാണ്. അതെ ഈ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു തോന്നുന്നു അല്ലേ, ജഡ്ജിയായിരുന്നു. നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന DY ചന്ദ്രചൂഡ്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ, അദ്ദേഹം YV ചന്ദ്ര ചീഫ് ജസ്റ്റിസ് ആണ്, ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. അപ്പം ഇങ്ങനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതൊരു കുടുംബ വൃക്ഷമായി മാറി, ഒരു ഡിനാസ്റ്റിയായി മാറി മൊത്തത്തിൽ ഇന്ത്യൻ ജുഡീഷ്യറി എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഈ പറയുന്ന പ്രോസസ്സ്, ജഡ്ജിമാരെ നിശ്ചയിക്കുന്ന പ്രോസസ്സ്. അപ്പം ഇങ്ങനെയല്ല, നേരത്തെ അജിംസ് പറഞ്ഞല്ലോ, ജുഡീഷ്യറി ഇൻ ഡേഞ്ചർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ജഡ്ജിമാർ വന്ന് പുറത്തിറങ്ങി സംസാരിച്ചത്. അത് ജുഡീഷ്യറിക്ക് മേഖലയിലുള്ള എക്സ്റ്റേണൽ ത്രെറ്റുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ എക്സ്റ്റേണൽ ത്രെറ്റിനെ പോലെ ഒരുപക്ഷെ അതിനേക്കാൾ മാരകമായ ജുഡീഷ്യറി അനുഭവിക്കുന്ന ഇൻറ്റേർണൽ ത്രെറ്റുകളാണ്. ത്രെറ്റ് എന്നുള്ള ഇൻറ്റേർണലായിട്ടുള്ള അതിൻ്റെ കുറേ വീക്ക്നെസ്സാണ്. ആ വീക്ക്നെസ്സിൽ ഏറ്റവും പ്രധാനം ഇത് തന്നെയാണ്. അതിലെ ഒരു പ്രോസസ്സ്, അതിലെ ട്രാൻസ്പെറൻസിയുടെ പ്രശ്നം, പിന്നെ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ പ്രശ്നം. ദുർബലമായ ഒരു സംവിധാനമാണ് ഇന്ത്യൻ ജുഡീഷ്യറി എന്ന് പറയുന്നത്. ദുർബലമാണത്, അങ്ങേയറ്റം ദുർബലമാണ്. ഇതിൽ ബാക്ക്ലോഗ് മാത്രം എടുക്കും, കെട്ടിക്കിടക്കുന്ന കേസുകളുടെ എണ്ണം മാത്രം എടുക്കൂ സികേഷ്. അത് ഇപ്പോഴുള്ള ജുഡീഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഒരു 10 ഇരട്ടി വർദ്ധിപ്പിച്ചാൽ പോലും മീറ്റ് ചെയ്യാൻ പറ്റാത്ത ബാക്ക്ലോഗാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, അതിൻ്റെ ഒരു ഭാരം, അതിൻ്റെ ഒരു അളവൊന്ന് ആലോചിച്ച് നോക്കും. അതുകൊണ്ട് ഈ ഇന്ത്യൻ ജുഡീഷ്യറി മൊത്തത്തിൽ റിഫോം ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതിലൊരു ഘടകം മാത്രമാണ് ട്രാൻസ്പെറൻസിയുമായി ബന്ധപ്പെട്ട, അല്ല കറപ്ഷനുമായി ബന്ധപ്പെട്ട. അതുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ഇൻസിഡൻ്റാണ് പുറത്ത് വന്നിരിക്കുന്നത്. ആ ഇൻസിഡൻറ്റ് പുറത്തൊരു തീപിടുത്തം ഉണ്ടാകേണ്ടി വന്നുള്ളതാണ്. അത് രസകരമായൊരു കാര്യമാണല്ലോ. ഒരു ജഡ്ജിൻ്റെ വീട്ടിൽ തീപിടുത്തം ഉണ്ടാകേണ്ടി വന്നു ഇത്തരം കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാൻ എന്നുള്ളത് കൗതുകകരമായുള്ള സംഗതിയാണ്. അതും എഗൈൻ അത് സപ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇപ്പം ഇവരുടെ ഭാഗത്തുനിന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരുന്നുണ്ട്, അങ്ങനെ പൈസ ഒന്നും കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല അത് അങ്ങനെ എളുപ്പം സപ്രസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഒരു ഒറ്റപ്പെട്ട ഇദ്ദേഹത്തെ അലഹബാദിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറയുന്നത്, അത് ഇപ്പോഴത്തെ ഒരു ഘടന വെച്ച് അതിലപ്പുറം ചെയ്യാൻ പറ്റില്ല. അതും കൂടെ കാണണം. അങ്ങനെ വളരെ പെട്ടെന്നൊരു ആക്ഷൻ എടുക്കാനൊന്നും പറ്റുന്നൊരു സിസ്റ്റം അല്ല അത്. ഇപ്പം നേരത്തെ സികേഷ് പറഞ്ഞില്ല, ലോക്പാൽ നമ്മുടെ പരിധിയിൽ ഇത് കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോഴേക്ക് സ്വമേധയാ അത് കേസെടുത്തിട്ട് അത് വേണ്ട എന്ന് ജുഡീഷ്യറി തന്നെ തീരുമാനിക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ പറയുന്ന പോയിൻ്റ് എന്ന് വെച്ചാൽ, ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഇൻഹറൻ്റായുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മുടെ നാട്ടുകാർ ഗൗരവത്തിൽ ആലോചിക്കാനുള്ള ഒരു നിമിത്തമായിട്ട് ഈ സംഭവം മാറുകയാണെങ്കിൽ അത് ഗുണകരമാണ്. അതിലപ്പുറം ഈ ജഡ്ജിനെതിരെ എന്തോ ഒരു കർക്കശമായ എന്തോ നടപടി വരുമെന്നും ഇപ്പോഴത്തെ ഒരു സിസ്റ്റം വെച്ചിട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ജനങ്ങൾക്ക് നീതി തേടിയുള്ള ഒരു അവസാനത്തെ വിശ്വാസമൊക്കെയാണ് കോടതികളെന്ന് പറയുന്നത്. അപ്പോൾ ഈ കോടതികൾ അതിൻ്റെ വിശ്വാസം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിന് സുപ്രീം കോടതി എന്ത് നടപടിയെടുക്കും എന്നുള്ളത് നമുക്ക് കാണാം കാത്തിരുന്ന്.